ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാപ്പൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി മുഗലായ് ചിക്കൻ ആണ്. ഇത് വളരെ റിച്ചും അതുപോലെ തന്നെ ക്രീമി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് മുഗലായ് ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് 30 മിനിറ്റ് മുമ്പ് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 4 സവാള നല്ല നൈസായിട്ട് തന്നെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് സവാള. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇത് ബ്രൗൺ കളറാക്കിയിട്ട് പൊടിച്ചാണ് നമ്മളിതിൽ ചേർക്കുന്നത്. പിന്നീട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, അതുപോലെ തന്നെ 4 പച്ചമുളക്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക്, അതുപോലെ തന്നെ പെരുംജീരകം, ഒരു 4 ഏലക്ക, പിന്നീട് വയനയില, പട്ട, ഗ്രാമ്പു, നല്ല ജീരകം. അപ്പം ആദ്യം തന്നെ ഈ സവാള നല്ലതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കാം. കുറച്ച് എണ്ണയിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിലേക്ക് പിന്നീട് അണ്ടിപ്പരിപ്പും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചൊരു പേസ്റ്റാക്കി എടുക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ മിക്സിയിൽ ഓൾറെഡി തന്നെ നേരത്തെ സവാള നല്ലതുപോലെ ബ്രൗൺ കളർ ഈ ഒരു പരുവാക്കി എടുക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കഷ്ണവും പിന്നെ 4 പച്ചമുളക് കൂടെ ചേർത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഈ ഒരു ബൗള് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഈ ഒരു പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇതേപോലെ ആക്കി എടുക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത ആ സെയിം പാനിൽ തന്നെയാണ് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. അപ്പം ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യുന്നെങ്കിൽ അത് ഓക്കെ, ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ചിക്കൻ കറി വെക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ ഉടഞ്ഞു പോകത്തില്ല. പ്രത്യേക തരം ടേസ്റ്റാണ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഏകദേശം ഒരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ കളർ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റാവുന്നതാണ്. അങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ സെയിം പാനിൽ തന്നെയാണ് നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. കുരുമുളക്, നല്ല ജീരകം, പെരുംജീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക, വയനയില ഇവയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അവസാനം വയനയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ പേസ്റ്റ്, അതായത് സവാള പൊടിച്ചതാണ്. സവാള നല്ലതുപോലെ വഴറ്റിയിട്ട് സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നീട് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്തിട്ടുള്ള പേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട്, അപ്പം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മുത്തിനു ശേഷമാണ് ഞാൻ ആ മസാല, ആ പേസ്റ്റ് ഇടുന്നതിൽ കുറച്ചൊന്ന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നമുക്കിനി തൈര് ചേർക്കാൻ സമയമായി. അപ്പം മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. യോഗത്ത്, പുളിയില്ലാത്ത യോഗത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ തിക്നെസ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ ചേർക്കാൻ സമയമായി വരുന്നുണ്ട്. കുറച്ചൊന്ന് തിക്കായതിനു ശേഷം ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ ബൗള് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചൊരു വെള്ളം കൂടെ കഴുകി ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അത് ഓൾറെഡി നല്ല തിള വന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മണമാണ്. ഇനി അവസാനമാണ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോഴത്തേക്കും ഓൾറെഡി നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഫ്രഷ് ക്രീം ഈ ടൈമിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ നല്ലതുപോലെ വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇവിടെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 2 പച്ചമുളകും അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇത് ബട്ടർ നാൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പറാത്താസ്, അതുപോലെ തന്നെ പുലാവ് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി മുഗ്ലായ് ചിക്കൻ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടേസ്റ്റി റെസിപ്പി. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.